ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു അടിപൊളി ബാത്റൂം ക്ലീനിങ് ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാശ് കൊടുത്ത് പുറത്തുനിന്നും ബാത്റൂം ക്ലീനർ വാങ്ങാതെ നമ്മുടെ തൊടിയിലുള്ള ഈ ഒരു പപ്പായയുടെ ഇല കൊണ്ട് നമുക്ക് സൂപ്പർ ഒരു ബാത്റൂം ക്ലീനർ ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസിയുമാണ്, അതുപോലെ തന്നെ ഒരു രൂപ ചിലവ് പോലും വരുന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ടിപ്പിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിലിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുകയുള്ളൂ. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പപ്പായ മരത്തിൻ്റെ ഇല എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇല എടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, തളിരില തന്നെ നോക്കിയെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞു പപ്പായല്ലേ, കുഞ്ഞു പപ്പായയുടെ ഇല എടുത്താലും മതിയാവും കേട്ടോ. ഒരുപാട് മൂത്ത ഇല നോക്കി എടുക്കരുത് കേട്ടോ. തളിരിലയോ ഇതുപോലെ കുഞ്ഞു പപ്പായയുടെ ഇലയോ നോക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഇല മാത്രമായിട്ട് ഇങ്ങനെ പറിച്ചിടാം. ആ തണ്ടുകളെല്ലാം മാറ്റി ഇലയുടെ ഭാഗത്തുള്ള ആ ഒരു പാർട്ട് മാത്രം നമുക്കൊന്ന് പിച്ചി ഇടാം കേട്ടോ. ഇങ്ങനെ മുറിച്ചിടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിളപ്പിക്കുമ്പോൾ തണ്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു വഴുവഴുപ്പ് കിട്ടത്തില്ല. പപ്പായ മരത്തിനൊരു വഴുവഴുപ്പുണ്ട്, ഒരു കറയുണ്ട്. അപ്പോൾ ആ ഒരു കറയാണ് നമ്മൾ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അത് ഇലകളിലാണ് കൂടുതലും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇല മാത്രം എടുക്കാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ പിച്ചിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഒരു 1/4 ഭാഗം വെള്ളം എടുത്ത് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം തിളപ്പിക്കുമ്പോഴത്തേക്കും നല്ല പോലെ വെട്ടിത്തിളയ്ക്കണം. ആ പപ്പായയുടെ ആ ഒരു കട്ടി, ഇലയുടെ കട്ടിയൊക്കെ കുറഞ്ഞ് മുഴുവനും ആ ഒരു വഴുവഴുപ്പ് ആ ഒരു വെള്ളത്തിൽ പിടിക്കണം. അതിനായിട്ടാണ് ഞാൻ നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. മാത്രവുമല്ല, നമ്മുടെ വീട്ടിൽ ഇതുപോലെ ബാത്റൂം ക്ലീനറൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ കടയിൽ പോയി പെട്ടെന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. പപ്പായ മരം ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ടിപ്പാണ്. അതുപോലെ നല്ലൊരു റിസൾട്ടും കിട്ടും. അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്കും ആ ഒരു വെള്ളത്തിൻ്റെ കളറും മാറും, ആ ഒരു പച്ച നിറമായിട്ട് മാറി വരും. പിന്നെ ഇതിൽ കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കണം. അതും ചൂടോടുകൂടി തന്നെ ചേർക്കണം. കണ്ടില്ലേ, നിറം ഒരു പച്ച കളറായിട്ടുണ്ട്. ആ ഇലയിലെ സത്ത് മുഴുവനായിട്ടും വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ ഒരു പാകമെന്ന് പറയുന്നത്. ഇനി ഈ ഇല മുഴുവനായിട്ടും നമുക്ക് എടുത്ത് മാറ്റണം. ഇല മാറ്റുന്നതിന് മുന്നേ കുറച്ച് സാധനങ്ങളും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് വേണ്ടത് ഉപ്പാണ് കേട്ടോ. ഉപ്പ് സാധാരണ പൊടിയുപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ കല്ലുപ്പില്ലാത്തത് കൊണ്ടാണ് പൊടിയുപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ഏകദേശം 2 സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് പാത്രം കഴുകുന്ന ലിക്വിഡാണ്. അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5 സ്പൂണ് ലിക്വിഡെങ്കിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ 3 ഐറ്റം കൊണ്ടാണ് നമ്മുടെ ലിക്വിഡ്, സൂപ്പർ ലിക്വിഡ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. നല്ല റിസൾട്ടാണ്. പിന്നെ ഉപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയായിരിക്കാം. ഞാൻ മുമ്പും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പല ടിപ്പുകളിലും ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. ഉപ്പ് കൊണ്ട് ക്ലീൻ ചെയ്യാറുണ്ട്. ഉപ്പ് കൊണ്ട് പല രീതിയിലുള്ള ഉപയോഗങ്ങളും നമുക്ക് വന്നിട്ടുണ്ട്. ബാത്റൂം ക്ലീനിങ്ങിനായിട്ട് തന്നെ ഉപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പപ്പായ ഇലയും ഉപ്പും എല്ലാം ചേരുമ്പോൾ നല്ലൊരു വെട്ടിത്തിളങ്ങിയ ഒരു വെണ്മയായിരിക്കും ബാത്റൂമിന് കിട്ടുന്നത്. പിന്നെ ഈ മിശ്രിതങ്ങളെല്ലാം ചേർക്കുമ്പോൾ ചൂടോടുകൂടി തന്നെ ചേർക്കണം. തണുത്തിട്ട് ചേർക്കാൻ നിൽക്കരുത് കേട്ടോ. ചൂടോടുകൂടി ചേർക്കുമ്പോഴാണ് ആ ഒരു ലിക്വിഡൊക്കെ നന്നായിട്ട് അലിഞ്ഞ്, ഉപ്പായിരുന്നാലും നമ്മൾ ചേർത്തിരിക്കുന്ന ലിക്വിഡായിരുന്നാലും ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് ഈ ഒരു പപ്പായ മിശ്രിതത്തിലേക്ക് ചേരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു തവി കൊണ്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ആ ഒരു ഇലയുടെ ഭാഗങ്ങളെല്ലാം നമുക്ക് എടുത്ത് മാറ്റണം. ഇല ഇതിൽ ആവശ്യമില്ല. ഇലയുടെ ആ ഒരു സത്ത് മുഴുവനും ആ ജലത്തിൽ പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ വേസ്റ്റായിട്ട് കിടക്കുന്ന ഇലകൾ മുഴുവനായിട്ടും തവി കൊണ്ട് നമുക്ക് എടുത്ത് മാറ്റാം. ഇല്ലെങ്കിൽ ഒരു അരിപ്പ വെച്ച് അരിച്ചെടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒഴിക്കണം പാത്രത്തിൽ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ പതഞ്ഞ് കിട്ടും കേട്ടോ. ഈ പതയോടുകൂടിയാണ് ടോയ്ലറ്റ് നമുക്ക് വൃത്തിയാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോയ്ലറ്റാണ് വൃത്തിയാക്കാൻ പോകുന്നത്. ഇത് അത്യാവശ്യം മുഷിഞ്ഞ് കിടക്കുകയാണ്. ഇതിനെ നന്നായിട്ടൊന്ന് വെളുപ്പിച്ചെടുക്കാം. സാധാരണഗതിയിൽ ഫ്ലോർ ക്ലീനർ ആയിരുന്നാലും ബാത്റൂം ക്ലീനർ ആയിരുന്നാലും പ്രത്യേകം കിട്ടാറുണ്ടല്ലേ. ബാത്റൂമിൻ്റെ ക്ലോസറ്റ് കഴുകുന്നത് അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ഫ്ലോർ കഴുകാനും പ്രത്യേകം ലിക്വിഡുകൾ ഉപയോഗിച്ചാണ് നമ്മൾ കഴുകുന്നതല്ലേ. വീര്യം കൂടിയത് ക്ലോസറ്റിലും വീര്യം കുറഞ്ഞത് ഫ്ലോറിലുമാണ് ഒഴിച്ചിങ്ങനെ കഴുകുന്നത്. പക്ഷേ ഈ ഒരു ലിക്വിഡിന് അങ്ങനെയൊന്നുമില്ല. രണ്ടും ഒരു സൈഡ് എഫക്റ്റും തന്നെ ഇല്ലാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ക്ലോസറ്റിലും ഉപയോഗിക്കാം, അതുപോലെ ഫ്ലോറിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു
സൂപ്പർ ടിപ്പാണ്, നല്ല പോലെ വെളുക്കും. അപ്പം ഞാൻ ചെയ്ത് നോക്കി, എനിക്ക് 100% റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്നെ എഴുതി അറിയിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ബാത്റൂം ക്ലീനറൊക്കെ തീർന്നിരിക്കുന്ന സമയമാണെങ്കിൽ തൊടിയിൽ ഇതുപോലെ പപ്പായ തണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. എന്നിട്ട് ജെനുവിനായിട്ടുള്ള അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എങ്കിൽ മാത്രമേ നമ്മുടെ പുതുതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ടിപ്പുകളൊക്കെ ചെയ്യാനൊരു പ്രചോദനമാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നമ്മുടെ ഫ്ലോർ ആയിരുന്നാലും ക്ലോസറ്റ് ആയിരുന്നാലും നന്നായിട്ട് ഞാൻ തേച്ചൊരച്ച് കഴുകിയിട്ടുണ്ട്. ആ ഒരു ചെളിയൊക്കെ, ഫ്ലോറിനുണ്ടായിരുന്ന ചെളിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരയ്ക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാത്രം കഴുകുന്ന ലിക്വിഡാണ് ഇതിനായിട്ട് പതയ്ക്ക് നമ്മൾ ഉപയോഗിച്ചത്. പതയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പാത്രം കഴുകുന്ന ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സോപ്പ് പൊടി ഉപയോഗിക്കാം, ഷാമ്പുവും ഉപയോഗിക്കാം കേട്ടോ. പാത്രം കഴുകുന്ന ലിക്വിഡ് ഇല്ലാത്ത പക്ഷം സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷാമ്പുവോ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ പറഞ്ഞ മൂന്നിനും ഒരേ എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് പതയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ടും ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നോക്കിക്കോളൂ, ആ ഒരു ക്ലോസറ്റൊക്കെ നന്നായിട്ട് വെളുത്ത് കിട്ടിയിട്ടുണ്ട്. ആ ബാത്റൂം ഫ്ലോറിലെ ടൈലിലൊക്കെ നന്നായിട്ട് ചെളി പിടിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടത്തിൽ ആ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല നല്ല ഉപകാരപ്രദമായിട്ടുള്ള അറിവുകളും ടിപ്സുകളും യാത്രാവിശേഷങ്ങളും കുക്കിംഗ് വീഡിയോസും ഒക്കെയായി നമുക്ക് കാണാം. അതുവരേക്കും ബായ്.